ഗുഡ് മോർണിംഗ് എവ്രിവൺ, എല്ലാവർക്കും സഹയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊൽക്കത്ത സെക്കൻഡ്. ആദർശിന്റെ അടുത്ത വിഷ് ലിസ്റ്റിലെ സ്ഥലം എന്താ ട്രൈ ചെയ്യണ്ടേ? മൂന്നാല് സർബത്താണ്. അതെ, നീ വായിക്കണോ ഞാൻ വായിക്കണോ? ഞാൻ വായിച്ചിട്ട് ശരിയായിട്ടില്ല, നീ വായിച്ചു. ഞാൻ വായിക്കും. അതെ, മാപ്സ് എടുത്തിട്ട് അങ്ങനെയല്ലേ എളിയാ പോണ്ടത്? ഇല്ല, നമ്മളിവിടെ നീ അവന്റെ കൂടെ കൂടുതൽ നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അവന്റെ കുറെ സാധനങ്ങൾ നിനക്ക് കിട്ടുന്നുണ്ട്. ഇല്ല, അവനിപ്പോ ബെറ്റർ ആവുന്നുണ്ട്. ഓക്കേ, വായിച്ചോ. തെത്തുലിയാർ സർബത്ത്. എന്ത്? തെത്തുലിയാർ. കച്ച അമി സർബത്ത്, ജാബ് സർബത്ത്, റോസ് മലായി സർബത്ത്. ഓക്കെ, ആദർശിന്റെ അടുത്ത ഐറ്റംസ് വേഗം ഓർഡർ ചെയ്യാം. പക്ഷെ ഉച്ചക്ക് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഞാൻ അറ്റ്ലീസ്റ്റ് ചിക്കൻ ടിക്കിയും ഇതൊക്കെ കഴിച്ചിനി. ഇവരെ മറ്റേ 2 ബ്രെഡിലും ആ ഒരു ചിക്കൻ സ്റ്റൂവിലാണ് നിൽക്കുന്നത് തന്നെ. പക്ഷെ പൈസ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് തേത്തുലിയർ സർബത്താണ്, അതായത് ടാമറിഡ് സർബത്ത്. പുളിയല്ല സാധനം, അതായത് പുളിയർ സർബത്ത്. അതാദ്യം ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആദ്യത്തെ പുളീൻ്റെ സർബത്ത് വന്നിട്ടുണ്ട്. കുടി കുടിച്ചു. പിന്നെ ഒരേ സമയത്ത് 3 കാമുകന്മാരല്ലേ? കുടി. പണ്ട് ഒരു മുട്ടായി ഉണ്ടായി, പുളിമുട്ടായി. അല്ലാണ്ട് പുളിമുട്ടായിക്ക് പുളിന്റെ ടേസ്റ്റ് അല്ലാണ്ട് മാങ്ങേന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊക്കെ കിട്ടിയപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നാടേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ടേസ്റ്റ്. സംഭവം പറഞ്ഞ തന്നെ ഒരു പുളിയുണ്ട്, പക്ഷെ നല്ലൊരു സൂപ്പർ പുളി, ഒരു മധുരമുള്ള പുളി. പറഞ്ഞ കംപ്ലീറ്റ് നിൽക്കണേ. ഈ എക്സ്പ്രഷൻ അല്ലാണ്ട് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് റോസ് മലായി. എന്താ വികാരവന് എടുക്കുമ്പോ എന്റെ വികാരം വരുന്നുണ്ടോ? പറ. ഐസും കട്ടന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ? ഐസും കട്ടന്റെ ടേസ്റ്റും കൂടി കിട്ടും. നമ്മളെ ഇതില്ലേ മറ്റേ പാൽപ്പേട, അതിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ റോസ് മിൽക്ക്. നിനക്ക് കൊണ്ടുവരാൻ വേണ്ട ഐസും കട്ട. ഐസ് വേണ്ട. ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം. ആ ഒരു റോസ് മിൽക്കിന്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമായി. ഗൈസ്, എനിക്ക് റോസ് മിൽക്കിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് എനിക്കത് പറയാനറിയില്ല. എനിക്കിത് ഐസും കട്ടല്ലാണ്ട് വേറെ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഒന്ന് ഊറ്റട്ടെ, ഉള്ള ഐസാണ്. ഐസ് എനിക്ക് ഉള്ള ഐസാണ് കഴിക്കുന്നത്. ഇതാണ് റോസ് മിൽക്കിന്റെ ടേസ്റ്റിംഗിൽ ഐ ഡോണ്ട് ലൈക്ക് റോസ് മിൽക്ക്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സ്വീറ്റ് എനിക്കധികം ഇഷ്ടമല്ല. സാധനം ഗ്രീൻ മാംഗോ കേർഡ് ബേസ്ഡ് ഡ്രിങ്ക്. അതന്നെ, അത് കാണുന്ന സാധനം. ഇനി ട്രൈ ചെയ്യണ്ടോ? നീല എനിക്ക് വേണേ. പച്ചമാങ്ങന്റെ ടേസ്റ്റ് എന്നായിരിക്കും. ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞുതരും? കാര്യങ്ങൾ കുടിച്ചോ, എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇനി ഇങ്ങനെ ഒരു ടേസ്റ്റ് ഞാൻ ഇതിന് മുന്നേ അനുഭവിച്ചിട്ടില്ല. ഒബ്ജക്ഷൻ ആയതുകൊണ്ട് ഒരു തൈരിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് എനിക്കും കിട്ടിയായിരുന്നു. കൊള്ളാമോ ഇല്ലയോ? അയ്യോ, അടിപൊളിയാണ്. അടിപൊളിയാ, പക്ഷെ ഇത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഒരു തൈരിന്റെ ചൊവ വരുന്നുണ്ട്, അവിടെ ഇവിടെ ഒരു മാങ്ങേന്റെ ചൊവയും വരുന്നു, പച്ച മാങ്ങേന്റെ. പക്ഷെ ഇത് എന്ത് ടേസ്റ്റാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുളിയില്ല. ഞാൻ നോക്കട്ടെ. എനിക്ക് തൈരിന്റെ ഇത് കിട്ടുന്നുണ്ട്, അത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. തൈരും ഒരു പുളിപ്പും. പക്ഷെ തൈര് പുളിച്ച ടേസ്റ്റ് അല്ല, വേറൊരു പുളിപ്പാണ്. അത് ഈ സാധനം കൊള്ളാം. കുടിച്ചു കഴിഞ്ഞ് ഇറക്കി കഴിഞ്ഞ് നാക്ക് ഡ്രൈ ആവുന്ന സമയത്ത് ആ മുട്ടായി എല്ലാം കഴിക്കുമ്പോൾ എനിക്ക് അവരെ ഫിറ്റ് ആയിട്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഐറ്റം ദബ് സർബത്ത്, ഇളനീരിന്റെ സർബത്ത് അല്ലേ? ഓക്കെ, അപ്പൊ യൂഷ്വൽ ട്രൈ കറോ. എന്താ അവന്റെ എക്സ്പ്രഷൻ എന്താ കണ്ടിട്ട്? അവനെന്തോ എക്സ്പ്രഷൻ. ഐസും കട്ട തന്നെ എടുത്ത് കുടിക്കും. ഐസും കട്ട ഒന്നും എടുത്തിട്ടില്ല. ഇളനീരിന്റെ ടേസ്റ്റ്. പിന്നെ ഇളനീര് ജ്യൂസിലെ ഇളനീരിന്റെ എല്ലാവരും അതല്ലേ വേണ്ടേ? ഒരു ഇതുമില്ല. ഇളനീര് കുറച്ച് വാടി ഇളനീര്, ഒരു ഫ്രഷ് ഫീൽ ഇല്ല. അതൊക്കെ നാട്ടിൽ നാട്ടിൽ പോയി കുടിക്കാം. ഇതാണോ ഒരു പീസ് വെള്ളത്തിൽ പോയി എന്ന് പറയുന്നത്? സാധനമാണ്. ഇത് കിട്ടുന്നില്ല, ചതിച്ചതാശാനെ. ജ്യൂസിന്റെ അല്ല, അതിന്റെ വലിയൊരു സിറപ്പിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇളനീർ സിറപ്പിന്റെ ടേസ്റ്റ് അല്ലേ? ഇളനീർ സിറപ്പല്ല, ഷുഗർ സിറപ്പിന്റെ ഇതൊന്നും എന്റെ ടേസ്റ്റ് അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് അല്ല ഇതൊന്നും. ബേസിക്കലി വലിയ വലിയ പീസാണ്. കുടിച്ചാൽ ഏറ്റവും ബോറായിട്ട് ഫീൽ ചെയ്തതാണ് മാംഗോ ആക്ച്വലി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഇത് തന്നെയാണ്. ബോറ് പറയാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ടേസ്റ്റ് പൊതുവെ ഇഷ്ടമല്ല. ഇവര് പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി ഇവിടെ ഇപ്പം 4 ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യും. എനിക്കതിൽ കുറച്ചുകൂടി ലൈക്ക് അടിക്കാത്തതാണ്. ബാക്കി 3 എനിക്ക് എൻ്റെ കിഡിലായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് മധുരം കഴിക്കുന്നതാണ്. കുറ്റം പറയാനൊന്നുമില്ല സാധനം. കാരണം ഇതാണ് ഇതിന്റെ ടേസ്റ്റ്. അത് ഓക്കെയാണ്. ബട്ട് എനിക്കിഷ്ടമല്ല എന്നുള്ളൊരു പേഴ്സണൽ കാര്യം. ഇവർ നമ്മുടെ നാട്ടിലെ കരിക്കിന്റെ വെള്ളം അത്ര പറയാം. സത്യം പറഞ്ഞാൽ ഒരു ചീഞ്ഞ തേങ്ങയെന്ന് വരുന്ന വെള്ളം പോലെ എനിക്ക് ഫീൽ ചെയ്യണം സത്യം പറഞ്ഞാൽ. ഓക്കെ, പക്ഷെ ഞാൻ കുടിക്കും, പൈസ കൊടുത്തോണ്ട് കുടിക്കും. ലൈക്ക് ഗായ്സ്, ഇവിടെ കൊൽക്കത്തയിൽ വന്നിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഇതിപ്പോൾ ചെറിയ ഷോപ്പായാലും വലിയ ഷോപ്പായാലും പല സ്ഥലങ്ങളിലും അവർ UPI ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കാർഡ് ട്രാൻസാക്ഷൻ ഒന്നും അവർ എടുക്കുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. എല്ലാ സ്ഥലത്തും ഓൺലി ക്യാഷ്, ആ രീതിക്കാണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. ബട്ട് ഞങ്ങൾ ചെറിയ ഷോപ്പ് മുതൽ അത്യാവശ്യം നല്ല ബിസിനസ് നടക്കുന്ന ഷോപ്പിൽ വരെ പോയ സമയത്തും ഈ സെയിം സാധനമാണ് ഉള്ളത്. ഒരു സ്ഥലത്തും UPI ട്രാൻസാക്ഷൻ ഇതില്ല. വർക്ക് മീൻസ് അവരെടുക്കുന്നില്ല, വർക്ക് ചെയ്യത്തില്ല, അവരത് ഓപ്റ്റ് ചെയ്യുന്നില്ല.
ഇനിയിപ്പം നമ്മൾ പോകുന്നത് അത്യാവശ്യം ജ്യൂസൊക്കെ കുടിച്ചു. വിശപ്പ് മാറിയെന്ന് ചോദിച്ചാൽ വിശപ്പ് മാറിയിട്ടൊന്നുമില്ല. ബട്ട് എന്താ പറയുക, ഒരു ടയേർഡ് ആവുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് ഫോർട്ട് വില്യം, പിന്നെ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. അപ്പോൾ അതിന് മെട്രോന് പോകണം, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങളെ പ്ലാനിങ് വെച്ചിട്ടൊന്നുമല്ല ഇന്നത്തെ ദിവസം പോയത്. പക്ഷേ വി ആർ എൻജോയ്. കൊൽക്കത്ത അത്രക്ക് ആക്ച്വലി രാവിലെ 10 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 5 മണി. ഇതുവരെ ക്ഷീണം എന്ന് പറഞ്ഞ സാധനം അറിയില്ല. എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടെന്ന് പോലും കണക്കില്ല. പക്ഷെ വൈബ് സ്ഥലം ഇതാണ് മീൻസ് നല്ല ഫ്രണ്ട്ലി പീപ്പിളാണ്. അതേപോലെ തന്നെ മീൻസ് ഇവരെ ഒരു കൾച്ചർ, ആ ഒരു അങ്ങോട്ടേ കാണണം. വിന്റേജ് സാധനം കാണാനുണ്ട്. ഇതെന്തോ ഒരു പേര് പറഞ്ഞു, പേരെന്താണെന്ന് അറിയില്ല. 20 റുപ്പീസിന് ഇത്രയും കിട്ടി. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സാധനം കേട്ടോ. ഞാനിത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് കോട്ടയം വെച്ച് തിരിച്ചിറക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് മൂക്കിലേക്ക് കയറി. അപ്പം നീ വേണിച്ച് ചോദിക്കണമെന്ന്. ഇതാണ് സെയിന്റ് പോൾസ് കത്തീഡ്രൽ. കത്തീഡ്രൽ പൊള്ളി സാധനം. ഫോർട്ടിന്റെ സൗന്ദര്യം കണ്ട് നിന്നുപോയി. പിന്നെയാണ് സത്യം മനസ്സിലാക്കിയത് ഇത് സൈഡ് വ്യൂ ആണ്, അപ്പൊ ഫ്രണ്ട് വ്യൂ ഇതല്ല. ഗായ്സ്, ഇത് ചുറ്റിട്ട് ഇപ്പുറത്ത് എത്തുന്നില്ല, അത്രത്തോളം ഉണ്ട്. എന്താ ഭംഗി. ഇത് വെറുത്തായിരുന്നു കേട്ടോ. കാര്യം എന്താ പറയാ, ഞങ്ങളിതിൻ്റെ പുറകു വശം, അതെപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴും ഞങ്ങൾ നാട്ടുകാരുടെ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രിപ്പിൽ മൊത്തത്തിൽ ഞങ്ങൾ പുറകു വശം വഴിയാണ് കയറിയത്. നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ, ഫ്രണ്ടിൽ നിന്ന് അന്യായ വ്യൂ. മീൻസ് ഒരു എന്താ പറയുക, ആ ഒരു ആർക്കിടെക്ചറും എല്ലാം നിങ്ങൾ തന്നെ നോക്ക്, എന്ത് ഭംഗിയാന്ന് നോക്കിയിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്. എന്തുണ്ട് റോജ? സെറ്റപ്പാ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പൈസ വേണം. പക്ഷേ അധികമൊന്നുമില്ല, അത്ര 10 റുപ്പീസ് പെർ പേഴ്സൺ. ഇതൊക്കെ കാണാൻ അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ എല്ലാ ഞായറാഴ്ചയും മാത്രം കുർബാനേ ഉള്ളൂ. ഇംഗ്ലീഷും ബംഗാളിയും 2 കുർബാന ഉണ്ട്. കാശ് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. ഞങ്ങൾ കയറുമ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ചേച്ചി വളരെ മാന്യമായി ചിരിച്ച മുഖത്തോടെ അത് പറഞ്ഞു. ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇത് എടുത്തു പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉള്ളിലൊരു പുള്ളിക്കാരുണ്ടായിരുന്നു. അതായത് നമ്മൾ ടൂറിസ്റ്റുകൾ എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അവനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും നശിപ്പിക്കുന്നുണ്ടോ അല്ല നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 2 സംശയം ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാം. അവൻ പറയുന്ന ഒരു മര്യാദയില്ലാത്ത രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ഒരു മര്യാദയില്ലാത്ത രീതിയിൽ. അതായത് നമുക്കറിയില്ലാത്ത ഒരു കാര്യം ചോദിച്ചു, അതും ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവൻ ഒരു മാതിരി ഇൻസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഇമാതിരി സാധനത്തിനെല്ലാം അവിടെ ഇരുത്തി കഴിഞ്ഞാൽ വരുന്ന ടൂറിസ്റ്റുകൾ തന്നെയാണ് ഇതിനെപ്പറ്റി ഇത്ര മോശമായിട്ട് പറയാം, പുള്ളിക്കാരനെ പറ്റി ഇത്ര മോശമായിട്ട് പറയാം. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് എത്ര മണിക്കാണ് എന്താണ് എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് ഓനൊരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അവൻ്റെയൊക്കെ സംസാരം. ആ പുറത്തില്ല ചേച്ചി വളരെ വൃത്തിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അലൗഡ് അല്ല, അല്ലെങ്കിൽ ഇന്നതാണ് നല്ല കൃതി നിർത്തിയാൽ ശരിക്കും ഇവനെ പിടിച്ചാൽ പുറത്തും ആ ചേച്ചിയെ പിടിച്ചാൽ അകത്ത് കിട്ടണം, എന്നാലേ നടക്കൂല. വെറുത്തുപോയി. ഈ പള്ളി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു, ആർക്കിടെക്ചർ ഇഷ്ടപ്പെട്ടു, ഹിസ്റ്ററി ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. അവൻ മാത്രം ചൊറിഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വേണം. ബിർള പ്ലാനറ്റേറിയം എന്ന് പറഞ്ഞ പ്ലാനറ്റേറിയം അതിൻ്റെ പുറത്തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫൗണ്ടൈൻ.
കണ്ടിട്ടുണ്ട് എവിടെ ഗായ്സ് ഞങ്ങൾ പ്ലാനറ്റേറിയത്തിൽ വന്നു. ഇതാ എൻ്റെ അനിയത്തി മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ അവൾ ഇങ്ങനത്തെ ഒരു സ്ഥലം മംഗലാപുരം പോയി എന്ന് പറഞ്ഞു. ഞാൻ ഇതായിരുന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഇതായതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് റിലാക്സ് ചെയ്ത് കാണട്ടെ. ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റൂലല്ലോ? പറ്റുമെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. എന്തായാലും പൊളിയാ സാധനം. ഞാൻ കോഴിക്കോട് പോയി ഇതിൻ്റെ മുകളിൽ കൺസിഡർ കേട്ടോ. ഇങ്ങനൊരു ഇതാ വരുന്നു. അത് മറ്റേ 360 ക്യാമറ അല്ലടാ, 360 പ്രൊജക്ടർ. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല ഇന്ന് നടക്കുന്നത്, പക്ഷെ ഇന്ന് നടക്കുന്ന കാര്യം ടോട്ടലി എൻജോയ്. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അതാണ് ഫസ്റ്റ്. അല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് അല്ല, ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ 5 മണിക്ക് ഫുഡ് കഴിക്കാം. ഹൗറ ബ്രിഡ്ജിൽ പോയി ലഗേജ് എടുത്ത് തിരിച്ചു വരുന്നു. അതിനുശേഷം വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ, സെന്റ് പോൾ കത്തീഡ്രൽ. പക്ഷെ ഇതിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നുമല്ല നമ്മൾ പോയത്, അവിടെ ഒന്നുമല്ല. പക്ഷെ ഞങ്ങൾ പോയ എല്ലാതും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു റൂം ഒത്തു വന്നിട്ടുണ്ട്. അതങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൊൽക്കത്ത മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കയറൂ. നടക്കുന്നില്ല അല്ലേ? അല്ലേ? ആണോ അല്ലയോ? ആണെന്ന് മാത്രം പറഞ്ഞു. അതന്നെ ഗായ്സ്, ഞങ്ങൾ ആ ബിർള പ്ലാനറ്റേറിയം കണ്ടു. 140 റുപ്പീസ് ആയിരുന്നു പെർ ഹെഡ്. എനിക്ക് നല്ല വെർത്ത്, കാരണം ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ ഒരു പ്ലാനറ്റേറിയം കണ്ടിട്ടില്ല. അപ്പം എനിക്കത് വെർത്താണെന്ന് ഞാൻ 100% അത് ഫുൾ എൻജോയ് ചെയ്തു. രണ്ട് ഇതാണ് ഉണ്ടായത്, ഷോർട്സ് ഉണ്ടായത്. ഷോർട്സ് അല്ല, 2 മൂവീസാണ് അവർ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒന്ന് കണ്ടു, ഒന്നും കൂടി കാണണമെന്ന് എനിക്കുണ്ട്. ഉള്ളില് വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ ഫോണിൽ എടുക്കാൻ നോക്കി, മീൻസ് കുറച്ചൊരു 2 സെക്കൻഡ് വീഡിയോസൊക്കെ എന്താണ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ബട്ട് ഐഫോണിൽ അത് റെക്കോർഡ് ആവുന്നില്ല, ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. റോജൻ്റെ സാംസങ്ങിൽ അത് റെക്കോർഡ് ആയിട്ടുണ്ട്. അവനോട് ഞാൻ 2 വീഡിയോസ് കടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. സാംസങ് ഇടാം. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നു. അവിടുന്ന് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. ഫുള്ള് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഹൗറ ബ്രിഡ്ജിലേക്ക് പോകുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ ബാക്കിയുള്ള കുറച്ച് പരിപാടികളുണ്ട്. ഇവിടെ 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി വേണ്ടി വരും. നൈറ്റിലത്തെ ഫുഡ് ഇതാണ്, ഒരു ഫിഷ് മീൽസ്. എങ്ങനെയുണ്ട് നോക്കാം. ഫിഷാണ്, പക്ഷെ കറി എന്തോ ഒരു കറിയൊക്കെ എന്തോ ഒരു ചെറിയ കുത്തലുണ്ട്. ഞങ്ങളിതാ ഹൗറ ബ്രിഡ്ജിന്റെ താഴത്തോടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അധികം ഒച്ചയിടാൻ വയ്യ, തൊണ്ടക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഓൾമോസ്റ്റ് ഇവിടുത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾക്ക് നൈറ്റ് ഫുഡ് തന്നെ, സ്ട്രീറ്റ് ഫുഡ് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നേരത്തെ ക്ലോസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം ഒരു 8 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും ക്ലോസ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. ഗായ്സ്, അപ്പം ഞങ്ങൾ ഹൗറ ബ്രിഡ്ജ് കറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ലഗേജ് എടുത്തു. ഇനി തിരിച്ച് റൂമിൽ പോകണം. ഞങ്ങൾക്ക് പക്ഷേ മെട്രോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഏതെങ്കിലും ടാക്സി എടുത്ത് തൽക്കാലം പോകണം. മുഖം കണ്ടുകൊണ്ട് നല്ല ക്ഷീണത്തിലല്ലേ. 2 ദിവസത്തേക്ക് ഇനി വീഡിയോ വരുമോ എന്നറിയില്ല, കാരണം എൻ്റെ ഒച്ചയെല്ലാം ഓൾമോസ്റ്റ് പോയിട്ടില്ല. ആദ്രസ് എനിക്ക് ഒരു സാധനം കൊണ്ടു തന്നു. 2 കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. 2 ദിവസമായിട്ട് എനിക്കുണ്ട്. ഇന്ന് റോജനും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ
അത് നോക്കട്ടെ. വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ വീഡിയോ എല്ലാം എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിടും. ഒച്ച ഉണ്ടാവില്ല എന്നേലും. അല്ലെ പിന്നെ എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂട്ട് വ്ളോഗേഴ്സായി 2 എണ്ണത്തിന് ഞാൻ ഇറക്കിയിടും. നന്നായി 2 എണ്ണം. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ഫ്രം സഹയാത്രി.